ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി മദ്യപിച്ച് വണ്ടിയോടിച്ചു എന്ന വീഡിയോ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിരിക്കുകയാണല്ലോ. ട്രെൻഡിങ്ങിൽ സച്ചിയുടെ വീഡിയോ ആണ് മുമ്പിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ട്രാഫിക് പോലീസ് വന്നിട്ട് സച്ചിയുടെ ലൈസൻസ് ഒക്കെ മേടിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. സച്ചിയുടെ ജീവിതമാർഗമായ ഓട്ടവും അതോടെ നിന്നു പോവുകയാണ്. സച്ചിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ റോഡിലൂടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സച്ചി അതുവരെ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അതേസമയം സച്ചിയുടെ വീട്ടുകാരും രേവതിയും എല്ലാം ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ വലിയൊരു കൊട്ടിഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ചന്ദ്രോദയത്തിൽ എല്ലാവരും കൂടി രേവതിയെ കുറ്റം പറയുവാണ്. ചന്ദ്രയും ശ്രുതിയും എല്ലാവരും കൂടി ഇവളാണ് ഒറ്റരുത്തിയാണ് സച്ചി ഇങ്ങനെയാവാൻ കാരണം. മര്യാദക്ക് പണ്ട് രാത്രി മാത്രം കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് കയറി കിടന്നിരുന്നവനാ. ഇപ്പോൾ പകലും കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ചു. എല്ലാം ഇവളുടെ ഗുണവാ. ഇവള് നല്ല ഭാര്യയായിരുന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാനേ എന്നായിരുന്നു ചന്ദ്രയുടെ വാദം. ശ്രുതിയും പറയുന്നുണ്ട്, ശ്രുതി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അപ്പം തിരുത്തും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രേവതി ഒരു മിണ്ട് പോലുമില്ല സച്ചി എന്ത് ചെയ്താലും. അതാണ് സച്ചിക്ക് വളം ആയതെന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. രവീന്ദ്രനെയും പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ഒപ്പം തന്നെ സ്നേഹിച്ച് തലയേക്കേറ്റി വെച്ചിരിക്കുമായിരുന്നില്ലേ മോനെ, അതാ അവൻ ഇങ്ങനെയായത്. ഞാൻ നോക്കി എൻ്റെ 2 മക്കളും നല്ല നിലയിലെത്തി, ഇവൻ മാത്രം ഇങ്ങനെ പോയി. ഇവനെ വളർത്തിയത് നിങ്ങളുടെ അമ്മയാണല്ലോ, അതാണ് അവൻ അങ്ങനെ ആയതെന്നൊക്കെയാണ് ചന്ദ്രയുടെ വാദം. രവീന്ദ്രൻ തിരിച്ചും ചന്ദ്രയെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രേവതി ഒന്നും മിണ്ടുന്നില്ല. രേവതിയെ ചന്ദ്ര പറയുന്നുണ്ട്, ഇനി മുതൽ ബൈക്കിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ 500 പൂമാല കെട്ടിയ സച്ചിയുടെ ഭാര്യയാന്ന് രേവതിന്ന് പൂക്കടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ എല്ലാവരും ആ കള്ളുകുടിയൻ്റെ ഭാര്യയാന്നേ നിന്നെ പറയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി പറയും, അമ്മയെ കള്ളുകുടിയനെ പ്രസവിച്ച അമ്മ എന്നെ നാട്ടുകാർ വിളിക്കുള്ളൂ എന്ന് രേവതി തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ചന്ദ്രക്ക് ദേഷ്യം വന്ന് ചന്ദ്ര പറയുന്നുണ്ട്, എടി നീ എന്താടി ഇങ്ങനെ എന്നെ തിരിച്ചു പറയുന്നത്? നീ എന്താടി, നിനക്ക് ഇത്ര നാക്ക് കൂടുന്നുണ്ട്. ഈ നാക്ക് നീ നിൻ്റെ ഭർത്താവിനോട് കാണിക്കുക, അങ്ങനെയെങ്കിൽ അവൻ നന്നായെന്നൊക്കെ ചന്ദ്ര വാദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. പക്ഷേ സച്ചിയേട്ടൻ ഇത്രയും നാൾ നോക്കിയത് നിങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ സച്ചിയേട്ടൻ്റെ കൂടി നിർത്താൻ സാധിച്ചില്ല. ഈ 1 വർഷം ആവാത്ത എൻ്റെ തലയിൽ എല്ലാ കുറ്റവും കൂടി കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് രേവതി ചോദിക്കുവാണ്. അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി കയറി വരുന്നത്. സച്ചിക്ക് അറിയില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുവാണെന്ന്. സച്ചി നേരെ കയറി വന്ന് രവീന്ദ്രനോട് വിശേഷം പറയുവാണ്. അച്ഛാ ഇന്ന് എന്താ ഉണ്ടായെന്നറിയാവോ അച്ഛാ എന്ന് പറഞ്ഞ് രവീന്ദ്രനോട് മിണ്ടുമ്പോഴേക്ക് രവീന്ദ്രൻ മൈൻഡ് ചെയ്യുന്നില്ല. രവീന്ദ്രൻ അങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തുണ്ടാവാൻ, അത് ഞങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ. എൻ്റെ വണ്ടി എടുത്തുകൊണ്ടും പോയച്ച പോലീസുകാരെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ കള്ളുകുടിയൻ്റെ വണ്ടി പോലീസ് കൊണ്ടുപോകാണ്ട് പിന്നെ ആര് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മതി സച്ചി നിൻ്റെ അഭിനയമൊക്കെ, നിൻ്റെ വീഡിയോ ഞങ്ങളെല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. നീ ഈ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് സച്ചിയോട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, മതിയടാ മതി, ഇത്രയും കാലം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ നിന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. നിന്നെ തലയേക്കേറ്റി വെച്ചതിന് എനിക്ക് തന്ന ശിക്ഷയാണോ? എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ മകൻ നല്ലതാണ്, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യത്തില്ല, അനീതിക്കെതിരെ സംസാരിക്കുന്നവനാണ്, ന്യായമായ കാര്യത്തിന് സംസാരിക്കുന്നവനാണ്, എൻ്റെ അച്ഛൻ്റെ അഭിമാനത്തിന് വേണ്ടി പോരാടുന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെ എൻ്റെ മുഖത്ത് കരിവാരി തേച്ചല്ലോടാ സച്ചി എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോൾ ശ്രുതി അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ തിരികേറ്റാൻ നോക്കുമ്പോഴേക്കും സച്ചി ശ്രുതിയോട് ചീത്ത പറയാൻ വേണ്ടി പോകുകയും അപ്പോഴേക്കും രവീന്ദ്രന് ദേഷ്യം വന്നിട്ട്, മാറി നിൽക്കട കള്ളുകൂടിയാ, കള്ളു കുടിച്ച് എല്ലാവരും അറിയിച്ചതും പോരാനിട്ട് റൗഡിത്തരവും കാണിക്കുന്നോടാന്ന് പറഞ്ഞ് സച്ചിയുടെ മുഖത്തിട്ട് ഒറ്റ അടിയടിക്കാൻ പോകുകയും അപ്പോഴേക്കും രേവതിക്ക് ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ്. കാരണം ഇത്രയും നാൾ സച്ചിയെ സ്നേഹത്തോടെ നോക്കിയിരുന്ന രവീന്ദ്രൻ വരെ ഇപ്പോൾ തല്ലാൻ പോകുന്നു. രവീന്ദ്രൻ കൈപൊക്കി കവളിൻ്റെ അടുത്ത് എത്തുവേ. സച്ചിയും ഞെട്ടിപ്പോവും. കാരണം തന്നെ സ്നേഹിച്ച അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സച്ചി വിചാരിച്ചിരുന്നില്ല. അച്ഛനും രേവതിയൊക്കെ വിശ്വസിക്കും എന്നാണ് താൻ പറയുന്ന കാര്യം വിശ്വസിക്കും എന്നാണ് സച്ചി ഓർത്തിരുന്നത്. പക്ഷെ രവീന്ദ്രൻ തന്നെ തല്ലാൻ പോയപ്പോൾ സച്ചി പറയും, എന്താ അച്ഛാ തല്ലുന്നില്ലേ, തല്ലിക്കോ എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് ആ കൈയും കൊണ്ട് മുഖത്തിട്ട് ഒരുപാട് തല്ലുവാണേ. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, മതിയടാ നിൻ്റെ അഭിനയമൊക്കെ അഭിനയമാണെന്ന് പറയില്ല കേട്ടോ, നീ അതിൽ ഇത്ര നന്നായിട്ടാണ് നീ ചെയ്തിരിക്കുന്നത്.
ഹോ! നീ അഭിനയിക്കുവായിരുന്നോ അപ്പൊ അതില്? നീ അത് കള്ളവീഡിയോയാണെന്ന് അപ്പൊ പറഞ്ഞിരിക്കുന്നത്. ബാറാണല്ലോ അതീ കാണിക്കുന്നത്. ബാറിൽ നീ എന്തിന് പോയതാടീ ഡ്യൂട്ടി ടൈമിലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അപമാനിക്കുന്നുണ്ടേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, സച്ചിയേട്ടാ കള്ള് കുടിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഈ ഡ്യൂട്ടി ടൈമിൽ സച്ചിയേട്ടൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആൾക്കാരെ കയറ്റിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുക. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും അല്ലേ സച്ചിയേട്ടാ? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ശ്രീകാന്തേ നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ കുടിച്ചിട്ടില്ലടാ, നോക്ക് ഞാൻ നടക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഫുള്ള് നടന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല അച്ഛാ, സച്ചിയേട്ടൻ്റെ മണമൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, മണമില്ലാത്ത എന്തെങ്കിലും സാധനം ഒരിക്കൽ അവൻ അടിച്ചത്, അല്ലെങ്കിൽ മണം വരാതിരിക്കാൻ അവൻ എന്തെങ്കിലും തിന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ അച്ഛൻ മാത്രം വിശ്വസിച്ചാൽ മതി, അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കച്ചാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ സച്ചിയെ തട്ടി മാറ്റുവാണ്. ഇനി നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല, നിൻ്റെ ആ നാവ് കൊണ്ട് എന്നെ ഇനി അച്ഛ എന്ന് വിളിക്കുകയും വേണ്ട, നിന്നെ ചേർത്ത് നിർത്തിയതിന് നീ എനിക്കുള്ള ശിക്ഷ തന്നു, മതിയട സച്ചി എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി രേവതിയോട് എടുത്തിട്ട് പോവേ, രേവതി നീയെങ്കിലും എന്നെ വിശ്വസിക്കുക രേവതി, നീ മേടിച്ചു തന്ന കാറിൽ ഞാൻ ഒരിക്കലും കള്ളു കുടിച്ച് കയറില്ല രേവതി, പാസഞ്ചേഴ്സിന് എടുക്കാൻ ഞാൻ കുടിച്ചിട്ട് പോയില്ല രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ കയറി പിടിക്കുവേ. രേവതി അപ്പോൾ ദേഷ്യം വന്ന് കൈ മാറ്റും, കാരണം രേവതി പോലും ആ വീഡിയോ വിശ്വസിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ഒറിജിനലായിട്ടാണ് കേട്ടോ ആ വീഡിയോ. സച്ചി അപ്പോൾ പറയുന്നുണ്ട്, ദൈവമേ ആരാണ് ആ വീഡിയോ എടുത്തത്, എനിക്കറിയില്ല, എങ്ങനെയുള്ളവർ ആരാ ഈ വീഡിയോ എടുത്ത് എന്നെ പെടുത്തിയെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ നിന്നെ പെടുത്താൻ ആൾക്കാർ നിൻ്റെ പുറകെ നടക്കുവാണല്ലോ, നീ ബാറിൽ പോയതും പോരാനിട്ട് ഇനി അത് കള്ള വീഡിയോ ആണെന്ന് പറയുന്നടാ കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എല്ലാവരും കൂടി ചീത്ത പറയുവാണേ. ചന്ദ്രക്കാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുക, നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ ദ്രോഹി, ഇനിയിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കും, വർഷയുടെ അമ്മയുടെ അച്ഛൻ്റെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും, എല്ലാവരുടെ മുമ്പിലും ഞങ്ങൾ നാണം കെട്ടു, അന്ന് പരിപാടിയുടെ അവിടെ വെച്ചിട്ട് വീട്ടുകാരുടെ മുമ്പിൽ നീ ഞങ്ങളെ നാറ്റിച്ചു, ഇപ്പം നാട്ടുകാരും എല്ലാവരും കണ്ടു, ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, നിൻ്റെ മോൻ എന്താ ചന്ദ്ര ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോയിക്കോ വീട്ടിൽ നിന്ന്, എനിക്ക് നിന്നെ കാണാൻ നിൽക്കേണ്ട സച്ചി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ മുറിയിലോട്ട് കയറിപ്പോവുകയും നമ്മുടെ ശ്രുതിക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമായി. കാരണം സച്ചി ഇത്ര നാളൊരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ശ്രുതി അത്രക്കും അപമാനിച്ചിട്ടുണ്ടല്ലോ. ശ്രുതി പാർക്കിൽ പോയി കിടന്നുറങ്ങുന്ന വീഡിയോ ഒക്കെ ടി വിയിലിട്ട് കാണിച്ചായിരുന്നു. അതിന് പകരമായിട്ട് തന്നെ ശ്രുതിയും ആ വീഡിയോ ടി വിയിലിട്ടിട്ടാണ് എല്ലാവർക്കും പ്ലേ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രേവതി നിൻ്റെ ഭർത്താവ് എല്ലാത്തിനും ന്യായത്തിന് വേണ്ടി പോരാടുന്നവനാണെന്നല്ലേ പറഞ്ഞത്, ഇതാണോ നിൻ്റെ ഭർത്താവിൻ്റെ ന്യായം? എൻ്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് 24 മണിക്കൂറും അതും പറഞ്ഞ് എൻ്റെ ശ്രുതിയെ അപമാനിക്കാറുണ്ട്. ഇപ്പോൾ സച്ചി കാണിച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞ് രേവതിയെ എല്ലാവരും ചോദിക്കുവാണേ. ചന്ദ്രയും പറയുന്നുണ്ട്, അവക്കൊരു കുഴപ്പമില്ല, സച്ചി ഇങ്ങനെ രാവിലെ പണിക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കുടിച്ചു നടക്കും, എന്നാലല്ലേ ഇവൾക്ക് ഇവളുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റത്തുള്ളൂ, ഇവളും സച്ചി പോയ പുറകെ എവിടെയെങ്കിലും പോയി കറങ്ങിത്തിരിഞ്ഞ് കയറി വരും, രണ്ടുപേരും തോന്നിയ പോലെ നടത്താം, ഇവക്ക് അതൊന്നും പറഞ്ഞ് തിരുത്താൻ പറ്റില്ല, തിരുത്തി നന്നായി കഴിഞ്ഞാൽ ഇവളുടെ കറക്കലൊന്നും നടക്കൂലല്ലോ, സച്ചി അവളെ വീട്ടിലിരുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുവാണേ. എന്തായാലും തന്നെ ഇത്രയും കാലം സ്നേഹിച്ച അച്ഛനും രേവതിയും പോലും ആ വീഡിയോ കണ്ടിട്ട് സച്ചിയെ വിശ്വസിക്കുന്നില്ല, എല്ലാവരും സച്ചിയെ തള്ളിപ്പറയുവാണ്. ഇനി എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് സച്ചി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കാര്യം തെളിയിക്കണം എന്നുള്ളൊരൊറ്റ വാശി മാത്രമേ ഉള്ളൂ സച്ചിക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഉടൻ വരാൻ പോകുന്ന ഭാഗങ്ങളിലെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.